ഹായ് ഫ്രണ്ട്സ് തൊരിട്ട് പോവാം നമ്മളെ ഹീറോ ആ കരടി അല്ല ആനിമൽസ് എല്ലാം കൂടിയിട്ട് കള്ളന്മാരെ ഓടിച്ചു കഴിഞ്ഞു. നമ്മളെ ഹീറോ ചോലായിട്ട് ആനിമൽസ് കൂടെ ഉണ്ടായി. ഹീറോയുടെ മമ്മി ഡാഡി പറയാൻ തുടങ്ങി, ആ ഈ മിയക്ക് വരാൻ പനിയില്ലേ, അവൾ എവിടെ ഉണ്ട്? എന്നെ മിയനെ മമ്മി ഡാഡി വഴക്കുണ്ടാക്കാൻ. മിയക്ക് ഒരു ചേട്ടനുണ്ട്. മിയ ഒരു ഗേൾ ബേബി ഒന്നേ ഉള്ളത്. മിയ പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. മിയക്ക് ഒരു ചേട്ടൻ മാത്രമേ ഉള്ളത്. മിയൻ്റെ ചേട്ടൻ പറഞ്ഞു, ആ കമ്പനിയിലെ ഞാൻ നോക്കാം, ഫ്ലവർ ഗാർഡൻ അവൾക്ക് നോക്കുന്നത് മണിയാ എന്നിട്ട് വഴക്ക് പറയായിരുന്നു. അതുകൊണ്ട് ശരി ഓക്കെ എന്ന് മിയനെ കാണാൻ വേണ്ടി വന്നതാ. കാട്ടിൽ വന്ന് മിയൻ്റെ ചേട്ടനൊക്കെ ഹാർട്ട് അറ്റാക്ക് വരാതെ കുറവാ. കാട്ടൊക്കെ വന്ന് കാറിൽ ഇറങ്ങി വന്നു മിയൻ്റെ ചേട്ടന്. മമ്മി ഡാഡി കൂടെ ഉണ്ടായിരുന്നു. മിയനെ ചുമ്മാ കാണാൻ വന്നതായിരുന്നു. മിയക്ക് അലക്ഷൻ വെക്കുന്നതാ. മിയക്ക് നിറയെ അതിൽ മാരേജ് പ്രപ്പോസ് ചെയ്തായിരുന്നു. അതുകൊണ്ട് മിയക്ക് ഫോട്ടോ കാട്ടാൻ വേണ്ടി വന്നതാ. വന്നു നോക്കും മിയൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഷോക്കായിരുന്നു. അതെ, പറത്ത് വെളിയിൽ പറത്തിരുന്നിട്ട് അവിടെ ബോഡി ഗാർഡ് മാറി അവിടെ രണ്ട് അനിമൽസ് കണ്ടിട്ട് മിയാൻ്റെ മമ്മിക്ക് ഡാഡി കൺഫ്യൂസായി. അതുകൊണ്ട് മിയക്ക് ചേട്ടൻ കൺഫ്യൂസായിരുന്നു. എന്താ ഇത് നടക്കുന്നേ എന്ന് മിയൻ്റെ ഡാഡി വന്നു അവിടെ നിന്നു. ഇത് കണ്ട് രണ്ടുപേരും ഷോക്കായി. മമ്മിക്കും ചേട്ടനിക്കും ഷോക്ക്. ആ വാ, എന്താ മോനെ കുട്ടെനിക്ക് ഇതാ, നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ 2 ബീസ്റ്റ് കൊടുത്തിരുന്നു. 2 ബീസ്റ്റും എന്ന് കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ മിയയുടെ ചേട്ടൻ കൺഫ്യൂസ് ആയിരുന്നു. എന്താ ഇത് 2 ഇവിടെ എന്ന് പറഞ്ഞ. അതെ, വേറെ എന്ത് ആനിമൽസ് അല്ലായിരുന്നു, അത് 2 ഫോക്സ് ആയിരുന്നു. അത് കണ്ട മിയൻ്റെ ചേട്ടനിക്ക് ഷോക്കായിരുന്നു. അങ്ങനെ മിയയുടെ ഡാഡി പറയായിരുന്നു, ഇവിടെ ഇത് മാത്രമല്ല വേറെ വേറെ ആനിമൽസ് ഇരിക്കാം. ഇത് കണ്ട് നീ ഷോക്കാണ്. ഇവിടെ ഇന്ന് ഇതാണ് നിൽക്കുന്നത്, നാളെ വേറെ ഇരിക്കുന്നതാ എന്ന് പറയുന്നു. അകത്ത് വന്നായിരുന്നു. ഇതെന്ത് പ്രശ്നമില്ല, ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, ഇനി വരുമ്പോൾ നാളെന്തോണ്ടോ വരുമ്പോൾ ഇതിനൊക്കെ വരുമ്പോൾ എനിക്ക് ഇന്നും വേണോ എന്ന് പറയായിരുന്നു. ഇത് കണ്ട് മിയയുടെ മമ്മിക്ക് ചേട്ടനക്ക് ഷോക്ക്. എന്താ സംസാരിക്കുന്നുണ്ടോ? നിനക്ക് കേൾക്കുന്നുണ്ടോ? വാ എന്ന് പറഞ്ഞു. അങ്ങനെ റൂമിൽ വന്ന് നോക്കുമ്പോൾ ഫ്ലവേഴ്സിൽ തേനീച്ചവിടെ തേനെടുക്കുന്നത് കണ്ടുമായിരുന്നു. ഒരു പ്ലേസ് തേൻ ഫുള്ള് തേനിന് കൂടായിരുന്നു. എന്താടാ പോയി ടച്ചും ചെയ്യണ്ട, അത് തേന് നിനക്ക് കുത്തു എന്ന് പറയായിരുന്നു. തേന് വേണം നിനക്ക് തരൂ, നീ എന്തു ചെയ്യാൻ പാടില്ല എന്ന് പറയായിരുന്നു. എല്ലാം നോക്കിയിട്ട് വേണ്ട ചേട്ടൻ എനിക്ക് കിളി പോയാൽ മതിയായിരുന്നു. മുതല, കരടി, നിറയെ ആനിമൽസ്. ആ പ്ലേസിൽ പോയാൽ ഫുൾ ആനിമൽസ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്. ഈ പ്ലേസിൽ പോയാൽ ഇതെല്ലാം ഉണ്ടെന്നു. കാരണം 2 പക്ഷി ഇങ്ങനെ പാട്ട് പാടുന്നതായിരുന്നു. ഇത് കണ്ട് മിയാൻ്റെ ചേട്ടൻ കാണിച്ചു, എന്താ ഇവിടെ ഇതെന്താ ഒരു മാജിക് വേൾഡ് മതിയുണ്ടു. 2 തത്ത പാട്ട് പാടായിരുന്നോ, നല്ല പാട്ട് പാടി ഡാൻസ് കളിക്കുക. ഒരു ഗിറ്റാർ വെച്ച് മങ്കി വെച്ച് ഡാൻസ് കളിക്കുക, ഗിറ്റാർ വെച്ച്. അതെ, ഗൊറില വെച്ച് ഡബ മുട്ടുന്ന. അങ്ങനെ ഡാൻസ് പാട്ട് 2 തത്തമ്മ ഡാൻസ് കളിക്കുക, കപ്പിൾസ് ഡാൻസ്. ഇത് കണ്ട് മിയയുടെ ചേട്ടനിക്ക് തലയിൽ ഇടി വീണ് മറിയായി. എന്താ ഇവിടെ ഒരു സിംഹാസനത്തിൽ മിയർന്ന. നല്ല ടേസ്റ്റ്, നല്ല പാട്ട്. ഇതായിട്ട് മിയയുടെ മമ്മിക്ക് ചേട്ടനിക്ക് കിളി പോയി മതി. ഇവളൊക്കെ ലൂസ് പിടിച്ചാ, ഇതിൻ്റെ എൻ്റെ കുയിനാ എന്ന് പറയായിരുന്നു. മിയാ എന്ന് കേൾക്കായിരുന്നു. ആരതെ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കായിരുന്നു. അപ്പോൾ അവിടെ ലയനുണ്ടായിരുന്നു, ടൈഗറുണ്ടായിരുന്നു. തിരിഞ്ഞിട്ട് മിയാനെന്ന് ചേട്ടനെ നോക്കിയായിരുന്നു മുറിച്ചിട്ട്. ഒന്നില്ല എന്ന് പറയായിരുന്നു. എന്താ ചേട്ടാ വന്നിട്ടുണ്ടോ? ഇല്ലമ്മ, നിൻ്റെ കുറച്ച് സംസാരിക്കണം. നിങ്ങൾ ഡാൻസ് കളിച്ചോ? എന്താ ചേട്ടാ, മോൾക്ക് വേണ്ടി ടിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് ടിക്കറ്റ്? BTS മെമ്പേഴ്സിൻ്റെ ടിക്കറ്റാണ്, നമുക്ക് പോവാ എന്ന് പറയുന്നത്. ഇതൊക്കെ സത്യം ചേട്ടാ, താങ്ക് യു ചേട്ടാ എന്ന് പറഞ്ഞ് ചേട്ടനെ ഹക്ചേരാൻ. ഇത് കണ്ടിട്ട് ഗോറിയിലൊക്കെ ടെൻഷൻ വന്നു. ചേട്ടൻ ഹക്ച എന്ന് പറയരുത്. ഗോറിയിൽ വന്ന് നിന്ന് ഗൊറില്ല കണ്ട പേടായി. അത് പെൺ ഗോറിയിലായിരുന്നു. അങ്ങനെയായിട്ട് എന്താണ് നടക്കുന്നു? ഗൊറില്ല നോക്കി അവർ മൂർക്കായിരുന്നു. രണ്ടടാ ഇതോ പാറയിലോട്ട് ബാ മോളു ബാ കുഞ്ഞി ബാ പോവാ എന്ന് ഗൊറില്ല എടുത്തോട്ട് പോയായിരുന്നു. ഇത് കണ്ട് മിയൻ്റെ ചേട്ടൻ കൺഫ്യൂസ് ആയിരുന്നു. പാല് കുടി ചോച്ചോ എന്ന് പാട്ടോടി ഓർക്ക്. ഇത് കണ്ട് അമ്മയ്ക്ക് ഷോക്കായിരുന്നു. മമ്മിക്ക് ഷോക്കും എൻ്റെ ചേട്ടനക്ക് ഷോക്ക്. എന്താ ഇവിടെ നടക്കുന്നത് എന്ന് മിയൻ്റെ മമ്മി കേൾക്കായിരുന്നു. ഇതാ നീ നോക്കുന്നത്, ഞാൻ വന്ന ഇവിടെ നടക്കാം, എനിക്ക് നല്ല മസാജ് കിട്ടുന്നു എന്ന് പറയായിരുന്നു. മിയൻ്റെ മമ്മിക്ക് ചൊടിയായിരുന്നു. അത് അവൾക്ക് ഉറങ്ങുന്ന ടൈമായിരുന്നു. കുറേ റെസ്റ്റ് എടുക്കട്ടെ എന്നെ ഗൊറിയിൽ വന്ന് പറഞ്ഞേ. ഇപ്പോൾ ഉറങ്ങട്ടെ. ടിക്കറ്റാ എപ്പോൾ പോകുന്നത് പറ എന്ന് ഗൊറിയിൽ കേട്ടായിരുന്നു. നൈറ്റാണ്, അപ്പോൾ ഉറങ്ങട്ടെ, ബാ നിങ്ങൾ വന്ന് ഉറങ്ങിക്കോ എന്ന് പറയായിരുന്നു. ഫുഡെല്ലാം ലഞ്ചെല്ലാം റെഡി എന്ന് ഗൊറിയിൽ വന്നായിരുന്നു ബോയ്. എന്താ റെഡി ആക്കിയോ? റെഡി എന്ന് വന്ന് എല്ലാം ഫുഡ് കഴിക്കാൻ തുടങ്ങിയായിരുന്നു ഇരുന്നിട്ട്.
ഇതിട്ട് അമ്മ ഫുഡ് എന്നെ കേട്ട് നല്ല ടേസ്റ്റ് ചെയ്തല്ലോ ഗൊറില്ലെല്ലാം എന്നിട്ട് കേൾക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ ഗേൾ ഗൊറില്ല പറയായിരുന്നു, ആ ഫുഡെല്ലാം ഞങ്ങൾ രണ്ടും നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയായിരുന്നു. അങ്ങനായിട്ട് നിങ്ങൾ ഫുഡെല്ലാം ഉണ്ടാക്കി അതിനായിട്ട് ടിക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനായിട്ട് ബായ് ഞാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് പോയായിരുന്നു. അങ്ങനായിട്ട് ഫീറ്റസ് മെമ്പേഴ്സിനെ കാണാൻ വേണ്ടി നമ്മൾക്ക് അതിനാക്കി പോയായിരുന്നു. ഒരു പാട്ട് പാടി ഡാൻസ് കളിക്കണേ മിയാ ഹാ 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 എന്ന് ജുള്ളു വിട്ട് സൈറ്റ് അടിക്കായിരുന്നു ഏഴുപേർ പാട്ട് അത് യഥാർത്ഥം നോക്കും മിയാനെ വ്യത്യാസമായിട്ട് അവർ ഏഴുപേർ നോക്കാൻ തുടങ്ങിയായിരുന്നു. അതെ ബണ്ണല്ല വ്യത്യാസമായിട്ട് നോക്കുന്നു. അതെ മിയൻ്റെ കോളത്ത് കണ്ടവർക്ക് ഷോക്ക്. എന്താ പറഞ്ഞ മീൻ്റെ അടുത്ത് നിറയെ ബട്ടർഫ്ലൈ മീൻ്റെ അടുത്ത് ചുറ്റും ഇത് കറങ്ങുന്നു കണ്ടു. ഇവർക്ക് കൺഫ്യൂസായി എന്തായിരുന്നു അവർക്ക് ജിയാഹു കൺഫ്യൂസായി. ശരി ഓക്കെ അങ്ങനെ പാട്ടെല്ലാം കഴിഞ്ഞായിരുന്നു. നാളെ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ വെളിയിൽ അതെ ഹീറോയിൻ കഴിഞ്ഞ് അങ്ങനെ രാവിലായിരുന്നു മിയ. അങ്ങനെ രാവിലെ ഫ്രണ്ട്സ് കൂടെ ഇരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയായിരുന്നു മിയ. അച്ചില്ല മിയ ജോലിയായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. 47 എല്ലാവരും മാസ്ക് ഇട്ട് വെളിയിൽ വരായിരുന്നു. അതുകൊണ്ട് മിയൻ്റെ ഗാർഡനും എനിക്ക് കുറച്ച് നടക്കാനുള്ള അതിന് വോയിസ് കേട്ടായിരുന്നു. അതിന് 7 പേർ വന്ന് നിൽക്കി നോക്കാൻ തുടങ്ങിയായിരുന്നു. അവർക്ക് 6 റൂമാണ് ഫസ്റ്റ്. ഇവർ കാണുന്നില്ല അല്ലെ ഈ 3 പേർ എവിടെ പോയി എന്ന് നോക്കും. 3 പേരെ അവിടെ നിന്നിട്ട് ഷോക്കായി വായി പൊളന്ന് നോക്കായിരുന്നു. ഏയ് ജിമിൻ ജങ്കുക്ക് വി എന്താടാ പറ്റി ഹയാങ് ഇവിടെ നോക്ക് ഹയാങ് എന്ന് പറയായിരുന്നു. എന്തിനാ നോക്കണം എന്ന് പറഞ്ഞ് ബാക്കി ഗേൾസിൽ വന്ന് നോക്കുക. അവർക്ക് ഷോക്കാറ്. പിന്നെ അവർ ഗേൾസ് പറയാൻ തുടങ്ങി കേപ്പ് പയേഴ്സ് BTS മെമ്പേഴ്സ് എന്ന് വരച്ചുണ്ടാക്കിയായിരുന്നു. അവിടെ രണ്ട് ഉറങ്ങിയുണ്ടായിരുന്നു. എനിക്ക് BTS മെമ്പർ എന്ന് പറഞ്ഞ ഒരു അങ്കിൾ എണിച്ചായിരുന്നു. എന്താ പ്രശ്നപ്പാ ഗേൾസ് പൈക്കിച്ചിട്ടായിരുന്നു. ഓ നിങ്ങൾ BTS മെമ്പേഴ്സ് അകത്ത് പോയിക്കോ എന്നും 7 പേര് അകത്തിട്ടു. പ്രശ്നമില്ല അവർ പോയ പെണ്ണിന് പോയിക്കോ എന്ന് പറഞ്ഞു. അവർ വന്ന് നോക്കുമ്പോൾ ഹിറയോട് നിന്നിട്ട് സ്വിമ്മിങ് പൂളിൽ നീന്താൻ തുടങ്ങിയായിരുന്നു. നീന്താൻ അവിടെ നിറയെ ബട്ടർഫ്ലൈ പറക്കാത്ത തേനീച്ചുണ്ട്, നിറയെ ആനിമൽസും ഉണ്ട്. ഇത് അവർക്ക് ഇത് വീടാ ഇല്ല സൂ ആണോ എന്ന് അവർക്ക് കൺഫ്യൂസ്. അതിന് എല്ലാം പണിയെടുക്കുന്നത് അതെ അവിടെ പണിയെടുക്കുന്നത് ഗൊറില്ല എന്ന് കുക്ക് ചെയ്യുക ഹസ്ബൻഡ് വൈഫ്, ഗൊറില്ല കുക്ക് ചെയ്യുക, ബോയ് ഗൊറില്ല എല്ലാം തറക്കുക, റാബിറ്റ് എല്ലാം വെച്ച് ക്യാരറ്റ് പറക്കുക, എല്ലാ ആണിമൽസ് ഓരോന്ന് ജോലി ചെയ്യുക. അത് മാത്രമല്ല വണ്ണത്ത് വേണ്ടിയിട്ട് ഇത് എന്താ പറഞ്ഞ വണ്ണത്ത് അവിടെ പോയോണ്ടുണ്ട് എല്ലാത്തും കണ്ട് അവർക്ക് ഷോക്കായിരുന്നു.